പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇപ്പോൾ കഴിഞ്ഞ WWE ബാഡ് ബ്ലഡ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറിയൽ അപ്ഡേറ്റുകളാണ്. അതിൽ ഒന്നാമത്തേത് ട്രിപ്പിൾ എച്ച് അനൗൺസ് ചെയ്തിരിക്കുന്ന ചാമ്പ്യൻഷിപ്പിനെ സംബന്ധിച്ചാണ്. ക്രൗൺ ജുവലിൽ WWE പുതിയ ചാമ്പ്യൻഷിപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. ക്രൗൺ ജുവൽ ചാമ്പ്യൻഷിപ്പ് എന്ന് പേര് കൊടുത്തിട്ട് ക്രൗൺ ജുവലിൽ നടക്കുന്ന മത്സരത്തിലാണ് പുതിയ ചാമ്പ്യനെ കണ്ടെത്താൻ പോകുന്നത്. ഇത് ഭാവിയിലെ സ്റ്റോറി ലൈനുകളിൽ ഉപയോഗിക്കുമോ എന്ന് അറിയില്ല. ക്രൗൺ ജുവൽ സൗദി അറേബ്യയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇത്തരത്തിൽ മുൻപും ഒരു ചാമ്പ്യൻഷിപ്പ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെയുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് ആയിരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്തകൾ. അപ്പോൾ ഈ ഒരു ചാമ്പ്യനെ കണ്ടുപിടിക്കുന്നത് നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സും നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഗിന്തറും തമ്മിൽ ഏറ്റുമുട്ടും. അപ്പോൾ ഇവരുടെ കൈവശമുള്ള നിലവിലെ വേൾഡ് ടൈറ്റിലുകൾ അവർ ഡിഫെൻഡ് ചെയ്യുന്നില്ല. മറിച്ച് ഈ സിംഗിൾസ് മത്സരത്തിൽ വിജയിക്കുന്ന റെസ്ലറിന് ഈ ക്രൗൺ ജുവൽ ചാമ്പ്യൻഷിപ്പ് ലഭിക്കും. ഇതാണ് അതിൻ്റെ ഒരു മത്സര സ്റ്റിപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് വുമൻസിൻ്റെ ആ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൻ്റെ ഒരു സ്റ്റിപ്പുലേഷനായിട്ടും ട്രിപ്പിൾ എച്ച് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ടൈറ്റിൽ അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈറ്റിൽ ഉണ്ടായിരിക്കുമെന്നും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മത്സരം ക്രൗൺ ജുവലിലേക്ക് വരും എന്നുള്ളതും ഈ ബാഡ് ബ്ലഡ് പ്രീമിയം ലൈവ് ഇവൻറ്റിന് ഇടയിൽ മാത്രമാണ് ട്രിപ്പിൾ എച്ച് അനൗൺസ് ചെയ്തത്. അത് ഭയങ്കര സർപ്രൈസ് ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു. അവിടേക്ക് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഗിന്തർ കയറി വരുന്നതും അവിടെ റിംഗ് സൈഡിൽ ഉണ്ടായിരുന്ന ഹോൾ ഓഫ് ഫെയിമറായ ഗോൾഡ്ബർഗിനെ കളിയാക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. ആദ്യം ഗിന്തർ കരസ്ഥമാക്കിയ അദ്ദേഹത്തിൻ്റെ ആ ഒരു അച്ചീവ്മെൻറ്റുകളെ സംബന്ധിച്ച് സംസാരിക്കുന്നു. പിന്നീട് ഗോൾഡ്ബർഗിനെ ചൂണ്ടിക്കൊണ്ട് ബ്രിറ്റ് ഹാർട്ടിനെതിരെ ഞാൻ കുറച്ചാഴ്ചകൾക്ക് മുൻപ് സംസാരിച്ചത് താങ്കൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. തൻ്റെ ചൈൽഡ്ഹുഡ് ഹീറോ ഗോൾഡ്ബർഗ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ബ്രിറ്റ് ഹാർട്ടിനെ ഗിന്തർ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ബ്രിറ്റ് ഹാർട്ട്, ഗോൾഡ്ബർഗ് തുടങ്ങിയവരുടെ ചരിത്രം, അവർ വലിയ ശത്രുക്കളാണ് ഇപ്പോഴും. അപ്പോൾ ആ ഒരു ചരിത്രത്തെയാണ് അന്ന് ഗിന്തർ മെൻഷൻ ചെയ്തു പോയത്. എന്നാൽ ഇന്ന് ഗോൾഡ്ബർഗിൻ്റെ മുഖത്ത് നോക്കി ബ്രിറ്റ് ഹാർട്ടിനോട് അന്ന് ഞാൻ പറഞ്ഞത് നുണയാണെന്നും തന്നെയൊന്നും എനിക്ക് ഇഷ്ടമില്ല എന്നുള്ളതും ഗിന്തർ പറയുന്നുണ്ട്. പിന്നീട് ഗോൾഡ്ബർഗിൻ്റെ മകനെ നോക്കി നിൻ്റെ അച്ഛൻ ഒരു നല്ല ഒരു അച്ഛനായിരിക്കട്ടെ, ഒരു മികച്ച എന്തായാലും ഒരു പ്രൊഫഷണൽ റെസ്ലർ അല്ല എന്നും പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ഗോൾഡ്ബർഗിൻ്റെ സൗമ്യമായിട്ടുള്ള ആ ഒരു മുഖഭാവം മാറി. അദ്ദേഹം ആ ബാരിക്കേഡിൽ നിന്ന് ചാടി ആ റിങ്ങിലേക്ക് കയറി വരാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് സെക്യൂരിറ്റീസ് വന്ന് ഗോൾഡ്ബർഗിനെ പിടിച്ചു നിർത്തുന്നുണ്ട്. അല്ലെങ്കിൽ ഗിന്തറും ഗോൾഡ്ബർഗും തമ്മിലുള്ള ഒരു ബിഗ് ഫൈറ്റ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുമായിരുന്നു. പിന്നീട് സാമി വന്നിട്ട് ഗിന്തറിനെതിരെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നു. ആ ഒരു ഫൈറ്റ് അവസാനിക്കുന്നത് ആ ഒരു ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്നതോട് കൂടിയിട്ടാണ്. റിങ്ങിൽ അപ്പോൾ ട്രിപ്പിൾ എച്ചും ഗോൾഡ്ബർഗും ഉണ്ടായിരുന്നു. ട്രിപ്പിൾ എച്ച് ഗോൾഡ്ബർഗിൻ്റെ കൈ ഉയർത്തി പിടിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തതായി ഗോൾഡ്ബർഗ് ഒരു മത്സരത്തിന് വരുന്നു എന്നുള്ളതിൻ്റെ സൂചനയൊക്കെയാണ് അവർ അവിടെ നൽകുന്നത്. അത് മിക്കവാറും നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഗിന്തറിന് എതിരെ തന്നെ ആയിരിക്കും എന്നുള്ളതും ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഈ ബാഡ് ബ്ലഡ് പ്രീമിയം ലൈവ് ഇവൻറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള പ്രസ് കോൺഫറൻസിൽ ഗിന്തർ വേഴ്സസ് ഗോൾഡ്ബർഗ് തമ്മിലുള്ള മത്സരം വരുന്നതിനെ സംബന്ധിച്ച് ട്രിപ്പിൾ എച്ചിനോട് ചോദിച്ചപ്പോൾ ഒന്നും ഇപ്പോൾ പറയാൻ സാധിക്കില്ല, നമുക്കൊന്നും തള്ളിക്കളയാനും സാധിക്കില്ല. അപ്പോൾ ഒരു റിട്ടയർമെൻറ്റ് മാച്ച് പോലെ ഗിന്തർ വേഴ്സസ് ഗോൾഡ്ബർഗ് തമ്മിലുള്ള മത്സരം വരുന്നതിൻ്റെ സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് ട്രിപ്പിൾ എച്ച് പറയാതെ പറഞ്ഞിരിക്കുന്നു. അവസാനത്തെ അപ്ഡേറ്റ് ബാഡ് ബ്ലഡ് പ്രീമിയം ലൈവ് ഇവൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ബാക്ക് സ്റ്റേജ് ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട്. ബാക്ക് സ്റ്റേജ് ഫൈറ്റ് എന്നുള്ളതിൽ ഉപരി ഒരു സൂപ്പർ താരത്തിൻ്റെ ഒരു ഹീൽ ടേൺ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കെവിൻ ഓവൻസും കോഡി റോഡ്സും തമ്മിലുള്ള ചെറിയൊരു വാക്ക് തർക്കം, അത് അവസാനം കോഡി റോഡ്സിനെ കെവിൻ ഓവൻസ് അറ്റാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് എത്തുന്നുണ്ട്. അറ്റാക്ക് ചെയ്ത് അവസാനം സെക്യൂരിറ്റീസ് വന്ന് പിടിച്ചു മാറ്റുമ്പോൾ മാത്രമാണ് കെവിൻ ഓവൻസ് അവിടെ നിന്ന് മാറിപ്പോകുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്വന്തം വാഹനം എടുത്ത് അദ്ദേഹം ആ എറീന വിട്ടു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. എന്തുകൊണ്ട് ആക്രമിച്ചു എന്നുള്ളത് പലർക്കും അറിയുന്ന ഒരു ഉത്തരം തന്നെയാണ്. ഇനി അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ആ ഒരു സ്റ്റോറി ഒന്നുകൂടി പറയാം. ബ്ലഡ് ലൈൻ്റെ കൂടെ, പ്രത്യേകിച്ച് റോമൻ്റെ കൂടെ കോഡി റോഡ്സ് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് കെവിൻ ഓവൻസിന് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. സ്മാക്ക് ഡൗണിൽ അത് അവർ കൃത്യമായി കാണിച്ചതാണ്. കാരണം ബ്ലഡ് ലൈൻ ഗ്രൂപ്പിനെതിരെ തുടക്കം മുതലേ ഫൈറ്റ് ചെയ്ത് നൽകുന്ന ഒരു ക്യാരക്ടറാണ് കെവിൻ ഓവൻസിൻ്റേത്. ആ ഒരു കെവിൻ ഓവൻസിൻ്റെ ഉറ്റ സുഹൃത്തായ കോഡി റോഡ്സ് റോമൻ റെയിൻസിനെ സഹായിക്കാൻ വേണ്ടി ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈനിൽ അങ്ങോട്ടേക്ക് പോയി ജോയിൻ ചെയ്യുന്നു. അത് ഇഷ്ടപ്പെടാതെ വന്ന കെവിൻ ഓവൻസ് കോഡി റോഡ്സിനെതിരെ തിരിയും എന്നുള്ളത് ഉറപ്പായിരുന്നു. അതാണ് നമുക്ക് ബാഡ് ബ്ലഡ് പ്രീമിയം ലൈവ് ഇവൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു ബാക്ക് സ്റ്റേജ് ഫൈറ്റ് വീഡിയോയിൽ നിന്ന് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അത് സ്മാക്ക് ഡൗണിലോ അല്ലെങ്കിൽ റോയിലോ അങ്ങനെയുള്ള വീക്ക്ലി എപ്പിസോഡിൽ നടത്താതെ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ആക്കിയിട്ട് WWE എന്തുകൊണ്ട് നടത്തി എന്നുള്ളത് അറിയില്ല. എന്തായാലും കോഡി റോഡ്സിൻ്റെ ക്രൗൺ ജുവലിലെ മത്സരം, അത് കഴിഞ്ഞിട്ടുള്ള എതിരാളി, അതൊക്കെ ആരായിരിക്കും എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. റോക്കിൻ്റെ റിട്ടേൺ കൂടി ഇപ്പോൾ നടന്നിരിക്കുന്നത് കൊണ്ട് തന്നെ കോഡി റോഡ്സിൻ്റെ ഭാവി സ്റ്റോറി ലൈനുകൾ ഇപ്പോൾ ഒന്നിനൊന്ന് മെച്ചം എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും റോക്കിൻ്റെ റിട്ടേണിനെ സംബന്ധിച്ചും കോഡി റോഡ്സിൻ്റെ നെക്സ്റ്റ് സ്റ്റോറിയെ സംബന്ധിച്ചുമുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സുകൾ ഇനി വരുന്ന വീഡിയോസിലൂടെ പങ്കുവെക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.